ഇപ്പോൾ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മുറിവ്. നേരത്തെ ഒരു വർഷം മുമ്പ് ഇറങ്ങിയതാണ് ഗൗരി ലക്ഷ്മിയുടെ മുറിവ്. അതിനകത്തെ വരികളുണ്ടല്ലോ, എൻ്റെ പേര് പെണ്ണ് പെണ്ണ് ആ എനിക്ക് വയസ്സ് 8, എൻ്റെ വയസ്സ് 8 അല്ലേ, എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് 8. എനിക്ക് വയസ്സ് 8. പക്ഷെ പലരും ഗൗരി ലക്ഷ്മിക്ക് അനുകൂലമായി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഒരു FB പോസ്റ്റാണ് അഞ്ജു പാർവതിയുടേതായിട്ട് ഞാൻ വായിച്ചത്. ഗൗരി ലക്ഷ്മിക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു പോസ്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? തീർച്ചയായും ഞാൻ ഈ പാട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് ആദ്യം. പക്ഷേ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഈ പാട്ട്, എന്താ ഇവർ പാടുന്നത്, അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ആ തോം നല്ല രാഗവിസ്താരം അതൊക്കെ പോകുന്നുണ്ട്. അപ്പം നല്ല അപ്പം ഈ ഗൗരി ലക്ഷ്മിനെ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗൗരി ലക്ഷ്മിയുടെ പാട്ടും, അപ്പോൾ ഗൗരി ലക്ഷ്മി എന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ റിപ്പോർട്ടറിൽ അദ്ദേഹം അവതാരകൻ പറഞ്ഞത് ആർജവം നിലപാടൊക്കെ ഉള്ള പെൺകുട്ടിയാണ്. അപ്പോൾ പാടുമെന്ന് പറഞ്ഞിട്ടൊരു ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോഴാണ് ഈ അതിൻ്റെ കൂടുതൽ, പക്ഷേ ഇത് മാത്രമേ നമ്മൾ കൂടുതൽ കേട്ടുള്ളൂ ഈ ഇത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ശരിക്കും നെഗ്ലക്ട് ചെയ്ത് വിടണമെന്ന് തന്നെയാണ് തോന്നിയത്. കാരണം അതൊരു പാട്ടായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ ഇപ്പോൾ എൻ്റെ മോള് LKG കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് ചുമ്മാ വന്ന് പാടും, എന്തെങ്കിലും കാണുന്ന വെച്ചോളൊരു പാട്ട് പാടും, പൂച്ചക്കുട്ടി പോയാൽ മതി, ദേ പോകുന്ന പൂച്ച, അതേ അങ്ങനെ അങ്ങനെ അതുപോലെ ഒരു എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് 8 തോന്നി. പക്ഷെ കുട്ടി ആ പെൺകുട്ടി അഡ്രസ്സ് ചെയ്ത മാറ്റർ വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ആ മാറ്ററിനെ ഒരു കോമാളിത്തരമായിട്ടുള്ള രീതിയിലേക്കാണ് പ്രസൻറ്റ് ചെയ്തു പോയത്. കാരണം ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിലപാട് ആർജവം ശരി തന്നെയാണ്. എന്നിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, നെഗ്ലക്ട് ചെയ്ത് തന്നെ വിടണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല. പിന്നീട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ പാട്ട് ഇതിന് മുമ്പ് പല വേദികളിലും പാടിയിട്ടുണ്ട്, അതൊന്നും ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ റൈറ്റ് ടൈമിൽ റിപ്പോർട്ടറിൽ ആ സമയത്ത് കുറേ പേര് കാണുമെന്നറിയാം, അപ്പോഴേക്ക് പാടാൻ പറയുന്നു. മുറിവ് തന്നെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുന്നു, പാടുന്നു. ആ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ അതിൻ്റെ തന്നെ കുറച്ച് ക്ലിപ്സ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, മിനിറ്റ് വെച്ച് അവർ ചെയ്യുവാണ്. പിന്നീട് നമ്മൾ നോക്കിക്കഴിയുമ്പം ഓരോ ചാനലും പിറ്റേ ദിവസം നമ്മളല്ല സൈബർ നമ്മൾ ഫീഡ് തുറക്കാൻ വയ്യ, എവിടെ നോക്കിയാലും മുറിവ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തിയുടെ ഇൻ്റർവ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻ്റർവ്യൂ വന്നപ്പോഴാണ് പുള്ളിക്കാരത്തി പറയുന്നത് അതിൻ്റെ സ്വന്തം അനുഭവമാണ്. ശരി, തീർച്ചയായും അതിന് ഒരു ആർജവമാണ്. പിന്നെ അന്നേരം എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എഴുതണം. അപ്പോഴേക്കും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി നല്ല സംഗീതത്തിൽ ഭയങ്കര. അപ്പം ഈ ഗൗരി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഗായിക, സിംഗറാണ്, കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു വലിയൊരു മാറ്ററിനെ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററിനെ അഡ്രസ്സ് ചെയ്യിപ്പിച്ച് പൊതുവേദിയിൽ അവതരിപ്പിച്ചൊരു രീതി ഉണ്ടല്ലോ, അതിനോട് ശരിക്കും വിയോജിപ്പ് തന്നെയാണ്. ആ മാറ്റർ ഇല്ല. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ സൈബർ മീഡിയയിൽ കണ്ടു, സൈബർ ഇടങ്ങളിൽ വലിയ പൊങ്കാല എന്നല്ല എനിക്കത് തോന്നിയത്. കാരണം ബാക്കിയുള്ള രീതിയിലുള്ള ഭയങ്കര ഒരു സൈബർ അറ്റാക്ക് പലർക്കെതിരെ വന്നിട്ടുണ്ട്. ഇത് കൂടുതലും വന്നിട്ടുള്ള കുറേ ട്രോളുകളും തമാശ എന്നല്ല, കുറച്ചതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഒരു കളിയാക്കല. പക്ഷെ അതിനൊരു വളം വെച്ച് കൊടുത്തത് ഗൗരി ലക്ഷ്മിയാണെന്ന് തന്നെ പറയാം. കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ വയലാറിൻ്റെ ദേവരാജൻ എന്ത് പറയുന്നത്. ഇപ്പോൾ ദേവദൂതൻ എന്ന് പറഞ്ഞ ഒരു സിനിമ, എന്തുകൊണ്ടാണ് വിദ്യാസാഗർ സാറിൻ്റെ മ്യൂസിക്കും ആ പാട്ടും ഹൃദയത്തിൽ ഇങ്ങനെ അയച്ചുന്ന മലയാളികൾ വീണ്ടും വരുവാണ്, റിലീസിന് വരുവാണ്. അപ്പം അങ്ങനെ സംഗീതം പഠിക്കേണ്ട, സംഗീതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനും ആസ്വദിക്കാനും അല്ലേ. അങ്ങനെയുള്ള ഒരാളുടെ മുന്നിലേക്ക് എൻ്റെ പേര് എന്താണ് സൂചി കുത്താനില്ലാത്ത ബസ്സിൽ കയറി അങ്ങനെ പറഞ്ഞൊരു ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങൾ അല്ലെങ്കിൽ കളിയാക്കലുകൾ ഉണ്ടാവും. അതാണ് അവരുടെ ലക്ഷ്യം, അത് വേണം, അത് വരും എന്നറിഞ്ഞ് തന്നെയാണ് ആ എന്താ പറയുക പുള്ളിക്കാരത്തിയും. അവർക്ക് അവരുടെ പല വേദികളിൽ പാടിയിട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സംഭവം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെ മീഡിയാസിൽ വന്നു കഴിഞ്ഞാൽ വരും എന്നറിയാം. പക്ഷെ അതിൽ വളരെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങളുണ്ട്. സ്വന്തം അനുഭവമാണെങ്കിലും അതാണ് എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയത്. 13ാമത്തെ വയസ്സിലെ കാര്യം പറയുന്നുണ്ട്. 8ാമത്തെ വയസ്സിലെ കാര്യം നമുക്കങ്ങ് വിടാം. കാരണം 8ാമത്തെ വയസ്സിൽ തിരക്കുള്ള ബസ്സിൽ അവർക്കുണ്ടായ അനുഭവം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഈ 13ാമത്തെ വയസ്സിൽ ബന്ധു വീട്ടിൽ ഊണ് കഴിക്കാൻ പോയപ്പം ഉണ്ടായ ഒരു അനുഭവമാണ്. പക്ഷെ ആലോചിച്ചു, ആ കുട്ടി ഇപ്പോൾ വളർന്നു, വലിയ നിലപാടും സ്വന്തമായിട്ട് എന്താ പറയുക ഒരു സ്റ്റാൻഡുള്ളൊരു പെൺകുട്ടിയാണ്. അത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് പക്ഷേ ഈ സമൂഹത്തോടെ കൊച്ചു കാണിക്കണം, അതിന് കുറച്ചെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തുറന്ന് കാണിക്കേണ്ടത് ആരാണ് ആ ബന്ധു എന്നല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ ആർക്കും നാളെ എനിക്ക് ഒരു പാട്ടുണ്ടാക്കാം, എൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. പക്ഷെ എനിക്ക് സൊസൈറ്റിയോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് കുഞ്ഞുങ്ങളോട് ഒക്കെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഗായികയാണല്ലോ, നമ്മൾ തലയിലേച്ച് വെച്ചിട്ട് എല്ലാവരും പറയുന്നുണ്ട് ആർജവമുള്ള പെണ്ണ്. ശരി, ആ ആർജവം അവർ കാണിക്കേണ്ടിയിരുന്നത് ആരാണ് ആ സെക്ഷൽ പ്രിഡേറ്ററിനെ തുറന്ന് കാണിക്കണം. കാരണം ആലോചിച്ച് നോക്കുക, അയാളെ ഇത്ര നാൾ മറച്ചു വെച്ച് ആരും അറിയുന്നില്ല.
അയാൾ എത്രയോ ബന്ധുക്കളായിട്ടുള്ള കുട്ടികളെ തന്നെ ഇതേ രീതിയിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഒരു സെക്ഷൽ പ്രിഡേറ്റർ ഇസ് ഓൾവേസ്, അയാൾക്ക് ഒരിക്കലും മാറാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ചും സാഹചര്യങ്ങൾ വരുമ്പോൾ കൊടും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആലുവ എല്ലാ രീതിയിലുള്ള അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ ഡോക്ടർഫീൽസ് എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിടിക്കപ്പെടാതിരിക്കുമ്പോൾ വീണ്ടും അതൊരു ടെൻഡൻസിയായി മാറി അയാൾക്കൊരു എളുപ്പമാണ്. ഇനി അടുത്ത കുഞ്ഞുങ്ങളാകുമ്പോൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറയുന്നില്ല എന്നൊരു ഫീല്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ ഗൗരി ലക്ഷ്മിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധു എത്രയോ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ ഗൗരി ലക്ഷ്മിയെ പോലെ തഞ്ചയുടെ ഇതൊന്നും അല്ലാത്ത കുട്ടികൾ അവരുടെ മെന്റലി എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും ആ ട്രോമയും പേറി നടക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും ആ കുട്ടികളോട് കാണിക്കുന്ന ഒരു ദ്രോഹം അല്ലെങ്കിൽ ഒരാളെ തുറന്ന് കാണിക്കണ്ടേ ബന്ധുവാണെങ്കിൽ. അല്ലാതെ അങ്ങനെ ഒരു ബന്ധു ഇല്ലായെങ്കിൽ ഞാനിങ്ങനെ ശൂന്യതയിൽ നിന്നൊരു പാട്ട് പാടണമെങ്കിൽ തന്നെ കോമാളിത്തരമാണ്. കാരണം അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറയാം, ഇവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കെതിരെ ഇതൊന്നും നടക്കുന്നില്ലെന്നല്ല, ഉണ്ട് തീർച്ചയായും. നമ്മളറിയാം 6 വയസ്സുള്ള കുഞ്ഞിനെ വണ്ടിപ്പെരിയാറ്, വാളയാറ് എന്തോരം ഇൻസ്റ്റൻസസ് ഉണ്ട്. അത് ബേസ് ചെയ്തൊരു സിനിമ വന്നു, മനോഹരമായിട്ടൊരു സിനിമ, അമർ അക്ബർ ആന്റണി. ആരെങ്കിലും ട്രോൾ ചെയ്യോ? തിയേറ്ററിൽ പോയി വൻ വിജയമായൊരു സിനിമയാണല്ലേ. അപ്പൊ ട്രോളുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ആയിപ്പോയത് കൊണ്ട് മാത്രമാണ് ആ ട്രോള്. ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ എപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഫീഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പാട്ടിങ്ങനെ കാണുന്നു, കൊച്ചുങ്ങളും പാടിക്കൊണ്ട് നടക്കുമല്ലേ, എൻ്റെ പേര് ഇതാണ്. അവർക്ക് അർത്ഥം അറിയാതെ നമ്മുടെ കുഞ്ഞു പിള്ളേരാണ്. ഇങ്ങനത്തെ പാട്ട് എളുപ്പം പഠിക്കാൻ പറ്റുന്ന പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ എളുപ്പം പഠിക്കും. ശരിക്കും അത് ഒരു നല്ലൊരു മെസ്സേജ് അല്ല സൊസൈറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് തന്നെ അതുപോലെ എത്രയോ ഇരകളുണ്ടാവും ഈ ട്രോമയും പേര് നടക്കുന്ന ആൾക്കാർ. അവർ വീണ്ടും ഇത് എന്ന് നോക്കുമ്പോഴും ഈ വാർത്ത എന്നെ ഇങ്ങനെ ഇതാണെന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും അതൊരു മെൻ്റൽ ട്രോമ തന്നെയാണ്. വീണ്ടും അതിലേക്ക് അവർ ചിന്തിച്ചുകൊണ്ട് പോവാണ്. ശരിക്കും അതൊന്നിൽ ചാനൽസ് അല്ലെങ്കിൽ മീഡിയാസ് തന്നെ തീരുമാനിക്കണമായിരുന്നു. എപ്പോഴും ഈ ഒരു കട്ടിങ് സെറ്റ് ഇതൊന്നൊരു പാട്ടാണോ? അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള നിലപാട് മീച്ചു, എത്രയോ പേര് മീച്ചു തുറന്നു പറഞ്ഞു, കേസ് കൊടുത്തു. ഇനിയും സമയമുണ്ട്. ഈ ഒരു സംഭവം ശരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായും അവർ നിശബ്ദമായിട്ട് ഇരിക്കുകയല്ല, ഈ പാർട്ടി കൂടെ പറഞ്ഞ് അല്ലെങ്കിൽ കുറെ കയ്യടി നേടാൻ വേണ്ടിയല്ല ചെയ്യേണ്ടത്. അയാളെ തുറന്ന് കാട്ടട്ടെ. കാരണം ഇന്നും അയാൾ തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. ആരാണെന്ന് അറിയില്ലല്ലോ. എത്രയോ ബന്ധു ആ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ പുറത്തുള്ള കുട്ടികളെ അയാൾ ഉപദ്രവിക്കുന്നുണ്ടാവാം. അപ്പൊ ശരിക്കും ഒരു ഗായികയ്ക്ക് അവർക്കൊരു സൊസൈറ്റിയോട് കുറച്ചെങ്കിലും ധാർമ്മികത, റെസ്പോൺസിബിലിറ്റിയാണ്. ശരിക്കും സെലിബ്രിറ്റി ആണല്ലോ, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ശരിക്കും ഇയാളെ തുറന്ന് കാണിക്കണം. എന്നാലാണ് അവർക്ക് ഹൃദയത്തിലേറ്റ മുറിവാണ് എന്ന് പറയാൻ പറ്റും. കാരണം അടുത്തൊരാളിലേക്ക് ഇനി ആ മുറിവ് സ്പ്രെഡ് ചെയ്യാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കതങ്ങനെ പറയണം എന്ന് തോന്നിയത്. അത് പ്രത്യേകിച്ചൊരു സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അങ്ങനെ ചോദിച്ചത്. തീർച്ചയായും സ്ത്രീപക്ഷത്ത് നമുക്കറിയാം. ഇപ്പം സ്ത്രീപക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീഡനം അല്ലെങ്കിൽ കുട്ടികളോടുള്ള ഇത് ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. നോക്കൂ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. കൊച്ചു ആൺകുട്ടികളെ മതപഠനശാലകളിൽ എവിടെയായിക്കോട്ടെ കുട്ടികളെ എന്തോരം കുട്ടികളെ പീഡനം, അത് നമ്മൾ വാർത്തകൾ അതൊന്നും സൊസൈറ്റി ഒന്ന് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന കണ്ടിട്ടേ ഇല്ല. ആർക്കും പാട്ടെഴുതവും വേണ്ട, ഒന്നും പറയാൻ വേണ്ട അല്ലേ. അപ്പം ഈ ഒരു പീഡനം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മുറിവ് തന്നെയാണത്. അത് ഗൗരി ലക്ഷ്മിയുടെ മുറിവെന്നല്ല. പക്ഷെ ഈ ഒരു നമ്മൾ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എന്താ പറയുക സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഓരോന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ ഒരു സെലിബ്രിറ്റി ആവുന്ന ആ ഒരു പ്രവണതയോട് നമുക്ക് താല്പര്യമില്ല. ശരിക്കും അവർക്ക് ധാർമ്മികത ഉണ്ടെങ്കിൽ തുറന്ന് കാണിക്കട്ടെ. പിന്നെ ഈ പീഡനം അല്ലെങ്കിൽ കുട്ടികളോടുള്ള പീഡനം ആണ് പെണ്ണ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ പേര് പെണ്ണെന്നില്ല, എൻ്റെ പേര് ആണ്, എനിക്ക് വയസ്സിട്ടെന്ന് പറഞ്ഞ് പാടാനുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ടാവും. അതൊക്കെ ചർച്ച ചെയ്യപ്പെടട്ടെ. മുറിവെന്ന് പറഞ്ഞാൽ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഒരുപോലെ തന്നെയല്ലേ. കുഞ്ഞിലെ ഏൽക്കുന്ന ട്രോമ അത് ഒരുപോലെ തന്നെയാണ്. അപ്പം എനിക്ക് ആ ഒരു പാട്ടില് പിന്നെ എന്താ ആ പാട്ട് ആസ്വദിക്കാനും തോന്നിയില്ല. നല്ല രാഗവിസ്താരങ്ങളും കഴിവുള്ളൊരു ഗായിക, ഭയങ്കര ഒരു കോമാളിത്തരമായിട്ട്. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാ പാട്ടുകളും സത്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ഒരു മേ ബി നമ്മളൊക്കെ ഒരു വസന്തമായത് കൊണ്ടായിരിക്കും ഇവിടെ ഇപ്പൊ ന്യൂജൻ ഭാഷയില്. പക്ഷെ നമുക്കും കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ നമുക്കും എന്താണ് ഇങ്ങനെ പാട്ടുകൾ ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്. കേട്ട് വരുമ്പോൾ അവിടെ പാടിക്കൊണ്ട് നടക്കും. എന്താണ് അർത്ഥം എന്നൊന്നും അറിയാതെ പാടിക്കൊണ്ട് നടക്കും. ഞാനിപ്പോഴും പറയുന്നു, ഈ മുറിവ് അത് അഡ്രസ്സ് ചെയ്തൊരു വിഷയം വളരെ വലുതാണ്. എൻ്റെ അനുഭവമാണ് എന്ന് പറയുന്ന ഈ ഗായികയുടെ പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രെഡേറ്ററിനെ തുറന്ന് കാണിക്കണം. കാരണം അല്ലെങ്കിൽ അത് അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് കേട്ടോ സമൂഹത്തോട്. ആരാണെന്ന് അറിയാതെ ഇന്നും അയാൾ ചെയ്തുകൊണ്ടിരിക്കില്ലേ? അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അയാളെ കേസ് വരട്ടെ, അയാൾക്കെതിരെ കേസോ എന്ത് വേണോ വരട്ടെ. ഫാമിലിയിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ 13 വയസ്സുള്ളൊരു കുട്ടിക്ക് എന്തായാലും അതാരാണെന്ന് അറിയാൻ പറ്റും. 8 വയസ്സിൽ ആ ഒരു സൂചി കുത്താൻ ബസ്സിലുള്ള ആളെ തിരിച്ചറിയാൻ പറ്റില്ല. എന്നാലും ഗായികയ്ക്ക് 40 വയസ്സോളം ഉണ്ട് എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ആരാണെന്ന് അത് നമ്മൾ വിടാം. 13 വയസ്സിൽ ഇത് ആളെ തുറന്ന് കാണിക്കട്ടെ. അല്ലെങ്കിൽ അയാൾ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു
എന്താ പറയുക, വില വിരിച്ചിരിക്കുന്ന ഒരു വലിയൊരു വിപത്തായിട്ട് ഇവിടെ ആരുടെയൊക്കെയോ മുന്നിൽ ഉണ്ടാവാം.